മാളുവിന്റെ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് സെറ്റിലായില്ലേ? ഇനി അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്. എന്നിട്ട് സ്വന്തം കാര്യം നോക്ക്. ഞാൻ അതൊക്കെ തന്നെ VP മനസ്സിൽ പ്ലാൻ ചെയ്ത് തുടങ്ങുന്നത്. സിലബസ് ഒക്കെ ആദ്യം എനിക്കൊന്ന് സോർട്ട് ഔട്ട് ചെയ്യണം, പിന്നീട് പഠിച്ചു തുടങ്ങണം. നല്ലത്. എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നീ എന്നോട് പറയണം. ഗുഡ് മോർണിംഗ് വിജയങ്ങൾ. മോർണിംഗ്. എന്താ രണ്ടുപേരും കൂടി രാവിലെ തന്നെ? ഇന്നലെ ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. രാവിലെ വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ മാള് പറഞ്ഞു ജസ്റ്റ് ഇവിടെ വന്ന് അങ്കിളിനെ ആൻറ്റി ഒന്ന് കണ്ടിട്ട് പോകാന്ന്. അല്ല, ആൻറ്റി ഇല്ലേ? ഗീത രാവിലെ തന്നെ പാർലറിലേക്ക് പോയി. എന്തോ ഒരു സ്പെഷ്യൽ വർക്ക് ഉണ്ടെന്ന് പറയുന്നത് കേട്ടു. എന്താ മനസ്സൊന്നും മിണ്ടാ നിൽക്കുന്നത്? നീ എന്തിനാ വിഷമിക്കുന്നത്? ഐ എം സോറി അങ്കിൾ. എല്ലാവരെയും ഞാനായിട്ട് ഒരുപാട് വിഷമിപ്പിച്ചു. ഐ എം റിയലി സോറി. അതാണോ കാര്യം? പിന്നെ വിഷമിപ്പിച്ചതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നീ തനിച്ചേറ്റെടുക്കൊന്നും വേണ്ട. ദേ, ആ കൂട്ടത്തിൽ ഈ മാന്യദേഹം ഉണ്ടായിരുന്നല്ലോ. അല്ല ജോബിൻ? എന്തായാലും ആ വിഷമൊക്കെ ഞങ്ങൾ ഓവർകം ചെയ്തു കഴിഞ്ഞു. ഇത് രണ്ട് തലമുറകളുടെ പെർസ്പെക്റ്റീവിന്റെ ചെറിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ രണ്ടുപേരും ചെയ്യുന്നതാണ് ശരിയെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ രക്ഷിതാക്കളുടെ കാഴ്ചപ്പാട് അതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. ചുരുക്കി പറഞ്ഞ, രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ വന്ന ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. അങ്ങനെ നോക്കുകയാണ് സംഭവിച്ചു പോയതിനൊക്കെ നിങ്ങളെപ്പോലെ ഉത്തരവാദികളാണ് ഞങ്ങൾ 4 പേരും. അല്ല ജോബിൻ? അങ്കിള് പറഞ്ഞ ശരിയാ. ഈ പറഞ്ഞവരുടെ കൂട്ടത്തിൽ എന്നെ കൂടി ഒന്ന് ആഡ് ഓൺ ചെയ്യണം, അതും 1ാം പ്രതി എന്ന നിലയിൽ തന്നെ. ആന്റിയെ കാണാൻ കൂടി ഞാൻ വന്നത്. നിങ്ങളിങ്ങനെ വരുമെന്ന് അറിയില്ലായിരുന്നല്ലോ. തന്നെയല്ല, ഗീതയ്ക്ക് ഇന്നൊരു ബ്രൈഡൽ വർക്കുണ്ട്, അതാ നേരത്തെ ഇറങ്ങിയത്. അഭിമാനം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഒന്ന് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. എന്താ ജോബിൻ? മുരളേശ്വരക്ക് എന്ത് പറയുന്നു? മാളുമായിട്ടുള്ള പിണക്കം ഒരുവിധം പാച്ചപ്പായിട്ടുണ്ടെങ്കിൽ, പക്ഷേ പൂർണ്ണമല്ല. അത് സാരമാക്കണ്ട. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ വന്ന് മുരളി അശ്വതിയും കാണണം. ഇപ്പോഴത്തെ ഈ അകൽച്ച സ്നേഹക്കൂടുതൽ കൊണ്ടാ. സ്നേഹം കൊണ്ട് മാത്രമേ ആ വിടവ് നികത്താനാവൂ. എനിക്കറിയാം അങ്കിൾ, അതിനാ ഞാൻ ശ്രമിക്കുന്നത്. ഗുഡ്. അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അമ്മയ്ക്ക് എന്താ പറ്റിയത്? രാവിലെ പ്രഷറിന്റെ ഗുളിക കഴിച്ചില്ലേ? നീ ഇപ്പൊ എന്തിനാ അശ്വതി ഇങ്ങോട്ട് വന്നേ? എന്റെ പ്രഷർ നോക്കാനാണോ? എന്നാലേ നിന്റെ മോള് കാരണം അതിപ്പോ എന്റെ നെറുകും തലയെ കയറി നിൽക്കുകയാണെന്ന് കരുതിയാ മതി. അതിനു വേണ്ടത് ഗുളികയും മരുന്നൊന്നുമല്ല, മനസമാധാന. എന്താ അത് കിട്ടാൻ പറ്റിയ മരുന്ന് വല്ലതും ഉണ്ടോ നിന്റെ പക്കല്? അമ്മ ദേഷ്യപ്പെടാതെ. മാളുവിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതല്ലേ. പിന്നെ എന്തിനാ അവളെ ഇങ്ങനെ വിഷമിപ്പിച്ചത്? ഓ, അത് ശരി. അപ്പം വിഷമം അവക്ക് മാത്രമേ ആകാവുന്നാണോ? എനിക്ക് സങ്കടം ഉണ്ട് അശ്വതി. ഈ 65ാമത്തെ വയസ്സിനിടയില് എന്റെ കുടുംബത്തിലാരും ദൈവത്തിന് നിരക്കാത്തത് ചെയ്ത് ജീവിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചീത്തപ്പേര് എന്റെ കണ്ണടയുന്ന കാലം വരെയെങ്കിലും കേൾക്കാതിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ സ്വന്തം കൊച്ചുമോളായിട്ട് തന്നെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാണുമ്പോൾ സങ്കടമുണ്ട്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ദണ്ണമുണ്ട്. അതൊന്നും പറഞ്ഞ നിനക്ക് നിന്റെ ഭർത്താവിന് മനസ്സിലാവില്ല. ആ പണിക്കാരുടെ കൊച്ചുമായിട്ടുള്ള കൂട്ട് എന്നായാലും നിന്റെ മോക്ക് ദോഷമേ വരുവുള്ളൂന്ന് എത്രായിരം പ്രാവശ്യം നിന്നോട് മുരളിയോട് ഞാൻ പറഞ്ഞതാ. അതിനൊരു പുല്ല് വിലയെങ്കിലും നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പം നിന്റെ മോള് തിരിച്ചു വന്നതോടെ എല്ലാം അവസാനിച്ചെന്നാണോ രണ്ടുപേരും കരുതിയിരിക്കുന്നത്? എന്നാലത് അങ്ങനെയൊന്നും അല്ലെന്ന് നിങ്ങൾക്ക് വഴിയേ മനസ്സിലായിക്കോളൂ. തരം കിട്ടിയാൽ അവൾ ഇനി ആ മുടിയാൻ പറഞ്ഞ സന്തതിയോടൊപ്പം ഇറങ്ങിപ്പോവും. അല്ലെങ്കിൽ നീ നോക്കിക്കോ. എന്റെ അമ്മേ,
അമ്മ കരുതും പോലെ അപ്പവും മാളുവും മറ്റൊരു തരത്തിൽ ഒരുമിച്ച് ജീവിക്കാൻ പോയതൊന്നും അല്ല. അതൊക്കെ നിന്നോട് ആ ഡേസി ടീച്ചറിന്റെ മോൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. യഥാർത്ഥത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നതെന്ന് നിനക്ക് മുരളിക്കും അറിയില്ലല്ലോ. നിങ്ങൾ ശുദ്ധഗതിക്കാരായതുകൊണ്ട് ആ ചെറുക്കൻ പറഞ്ഞത് വിശ്വസിച്ചു. പക്ഷെ ആ പരിപ്പൊന്നും എന്റെ കലത്തിൽ വേവില്ല. എന്തൊക്കെയായാലും ജോബിൻ അവളുടെ ഭർത്താവല്ലേ. അങ്ങനെ ഒരു മോശം അർത്ഥത്തിലുള്ള ബന്ധമായിരുന്നു മാളുവും അപ്പവും തമ്മിൽ ഉണ്ടായിരുന്നെങ്കിൽ ജോബിൻ അവളെ തിരിച്ചു വിളിക്കുമായിരുന്നോ? വീണ്ടും ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാവുമായിരുന്നോ? അതൊക്കെ നിന്റെ മോളുടെ മിടുക്കൊണ്ടാണെന്നാണോ അശ്വതി നീ വിചാരിച്ചിരിക്കുന്നത്? ഓക്കെ, ആ ഡേസി ടീച്ചറിന്റെ കൺകെട്ട് വിദ്യയല്ലേ. മോനൊരു മരം കയറി പെണ്ണിന്റെ പുറകെ പോയി ജീവിതം പാഴാക്കുന്നതിലും നല്ലത് കല്യാണം കഴിച്ച പെണ്ണിന്റെ കൂടെ കഴിയുന്നതാണ് നല്ലതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. മാത്രമല്ല, ഇതൊക്കെ പുറത്തറിഞ്ഞാലുണ്ടാകുന്ന നാണക്കേട് വേറെയും. ദോഷം പറയരുതല്ലോ, ആ ഡേസി ടീച്ചറുടെ ആളൊരു അഭിമാനിയാ. അതുകൊണ്ട് പൊത്തും മുള്ളും അഴിയാതെ ഇതൊക്കെ പോകുന്നിടത്തോളം പോകട്ടെ എന്ന് അവരും വിചാരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാ പണിക്കരുടെ മോന്റെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ച് അവള് തിരിച്ചു വന്നപ്പോ സ്വീകരിക്കാനാ ഡോക്ടർ തയ്യാറായത്. മുരളി, ഒരു കാര്യം ഞാനങ്ങ് തുറന്നു പറയാം. മോളുടെ നല്ല ജീവിതമാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് അവളെ അവളുടെ ഭർത്താവിന്റെ കൂടെ വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് പറഞ്ഞു വിടണം. അതുപോലെ തന്നെ ആ പണിക്കരുടെ തലതെറിച്ച സന്താനമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കാനുള്ള വഴി നോക്ക്. ഇല്ലെങ്കിലേ ഇപ്പൊ തോന്നുന്ന ഈ ആശ്വാസവും സമാധാനവും ഒന്നും അധികകാലം നീണ്ടു നിൽക്കില്ല. ഒടുക്കം മലർപ്പൊടിക്കാരൻ കിനാവ് കണ്ടതുപോലെ ആയി പോവും രണ്ടുപേരുടെയും ജീവിതം. ജോബിനിപ്പോ എറണാകുളത്തേക്ക് മാറ്റം കിട്ടിയല്ലോ. ചിലപ്പോ മാളുവിനെയും ടീച്ചറിനെയും ജോബിനെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കും. ആ, അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലത്. ദേ, ഇപ്പൊ ദൈവമായിട്ടാ ഇങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഒന്ന് മുറുകി നിന്നാ പെണ്ണ് നമ്മുടെ പാട്ടിലിങ്ങ് പോന്നോളും. അതുകൊണ്ട് ബുദ്ധിപൂർവം നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്താ എല്ലാവർക്കും നല്ലത്. അല്ലാതെ പഴയതുപോലെ കുത്തഴിഞ്ഞ് ജീവിക്കാൻ അവളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് എന്നെ വല്ല അമ്പലനടയിലും കൊണ്ടുപോയി നടക്കിരുത്തിയിട്ട് മതി. നിങ്ങളായിട്ടത് ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോവും, പറഞ്ഞേക്കാം. അമ്മയൊന്ന് സമാധാനിക്ക്. മുരളിയേട്ടൻ പറഞ്ഞ പോലെ ജോബിന് അവളെ ഇനി എറണാകുളത്തേക്ക് കൊണ്ടുപോകുമ്പോ പിന്നെ അപ്പുമായിട്ട് ഇനി കോണ്ടാക്ട് ഒന്നും വരില്ലല്ലോ. അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്ന അശ്വതി. നമ്മൾ അവരെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ എറണാകുളത്തല്ല ഗോകർണത്ത് പോയാലും പണിക്കരുടെ ആ എണ്ണം കെട്ട വിത്ത് അവളുടെ പിന്നാലെ തേടി ചെല്ലും. ഇതുവരെയുള്ള അനുഭവം അങ്ങനെയൊക്കെ തന്നെയാണേ. ഇനി അങ്ങോട്ടും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്താ ആകെ ഗ്ലൂമി ആയിട്ടിരിക്കുന്ന? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രത്യക്ഷത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല മാളു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച പോലെ അത്ര ഈസി ആയിട്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാ സത്യം. VP അങ്കിളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഗീതാന്റി ഇപ്പോഴും കോംപ്രമൈസ് ആയില്ലല്ലേ? അവിടെയാ മാളു എനിക്ക് ശരിക്കും പാളിപ്പോയത്. ഗീതാലക്ഷ്മിയെ ജഡ്ജ് ചെയ്യുന്നതിൽ ഞാനൊരു വലിയ പരാജയമായിപ്പോയി. നന്ദൻ സാറുമായിട്ട് ഇവിടെ വന്നപ്പോ പ്രതീക്ഷ പോലൊരു തണുത്ത സ്വീകരണം എനിക്ക് കിട്ടിയത്. പോരാത്തതിന് ഗീതാലക്ഷ്മിയുടെ വക മുഖം അടച്ചൊരടി. പക്ഷെ അത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി. അമ്മയുടെ ദേഷ്യവും സങ്കടമൊക്കെ അവിടെ കൊണ്ട് അവസാനിച്ചെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അതൊരു റോങ് കാൽക്കുലേഷൻ ആയിരുന്നു. അമ്മ എന്നോട് തുടങ്ങാനിരുന്നൊരു സമരപ്രഖ്യാപനത്തിന്റെ തുടക്കമായിരുന്നു അതെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത്. നീയല്ലേ പറഞ്ഞത് ഗീതാന്റി ആവും ആദ്യം നമ്മളെ മനസ്സിലാക്കി നമ്മളോടൊപ്പം നിൽക്കാൻ പോകുന്നെന്ന്? എന്നിട്ടിപ്പോ ആന്റിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു റിയാക്ഷൻ, അത് കുഴപ്പമാവുമല്ലോ. അപ്പോ ഞാൻ എക്സ്പെക്ട് ചെയ്തതിന്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് നിലപാടാ അമ്മ ഇപ്പോഴും സ്വീകരിച്ചിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു പൊട്ടിത്തെറി കൊണ്ട് അമ്മ കാം ഡൗൺ ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എന്നെ അമ്മയുടെ മനസ്സിൽ നിന്ന് എഴുതി തള്ളിയതിന്റെ സൂചനയാണതെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായത്. നീ വിഷമിക്കണ്ട അപ്പോ. അത്ര പെട്ടെന്നൊന്നും നിന്റെ ഗീതാന്റിക്ക് എഴുതി തള്ളാൻ പറ്റില്ലല്ലോ. നമ്മൾ അവരോട് ചെയ്ത ദ്രോഹത്തിന്റെ പകപോക്കലായിട്ട് കണ്ടാൽ മതി. തുടക്കത്തിൽ അമ്മയുടെ പിണക്കത്തെ ഞാനും വളരെ ലൈറ്റായിട്ടാണ് എടുത്തത്. നീ പറഞ്ഞതുപോലെ ഒരൊറ്റ പൊട്ടിത്തെറിയിൽ കാര്യങ്ങൾ പര്യവസാനിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു. പക്ഷേ അതൊരു തുടക്കമായിരുന്നു മാളു. ഇനി അങ്ങോട്ട് അമ്മയുടെ മനസ്സിൽ ഇപ്പൊ പഴയതുപോലെ എനിക്കൊരു സ്ഥാനമില്ലെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നു. അങ്ങനെയൊന്നും നീ കരുതണ്ട. ഗീതാന്റിയുടെ സ്വഭാവം നമുക്കറിയാലോ.
ആന്റിക്ക് ഒരിക്കലും നിന്നെ ഒഴിവാക്കാനോ അവഗണിക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പോഴത്തെ അവഗണന അകൽച്ചയൊക്കെ നമ്മൾ അവരോട് പറയാതെ പോയതിന്റെ പരിഭവം കരുതിയാൽ മതി. അത് പോട്ടെ, VP അങ്കിൾ നിന്നെ മനസ്സിലാക്കുന്നില്ലേ? അതൊരു വലിയ കാര്യല്ലേ? അതാ ഇപ്പൊ എന്റെ ആകെ ഒരു ആശ്വാസം. ഞാൻ സ്വാഭാവികമായൊരു പൊട്ടിത്തെറി പ്രതീക്ഷിച്ചത് VPയിൽ നിന്നാ. പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചു. അമ്മ എന്തുകൊണ്ടാണ് ഇത്ര ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലാവുന്നില്ല. നീ വിഷമിക്കണ്ടപ്പോ. ഞാൻ വേണമെങ്കിൽ ഗീതാന്റിയോട് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. അതിന്റെ ആവശ്യമില്ല മാളു. ഇവിടെ വന്നതിന് ശേഷം അമ്മയുമായിട്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഒരവസരം ഇതുവരെ ഒത്തു വന്നിട്ടില്ല. പക്ഷെ അതിനൊരവസരം ഉണ്ടായോ അമ്മ എന്നെ പൂർണ്ണമായും മനസ്സിലാക്കുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ടാ വേണമെങ്കിൽ ഞാൻ ഇക്കാര്യം ഗീതാന്റിയോട് നേരിട്ട് സംസാരിക്കാന്ന് വിചാരിച്ചത്. വരട്ടെ മാളു. ആദ്യം അമ്മയുടെ ഈ പിണക്കം ഏതുവരെ പോകും നോക്കാം. ചിലപ്പോൾ ഒരു പൊട്ടിത്തെറി കൊണ്ടോ അല്ലെങ്കിൽ ഒരു പൊട്ടിക്കറച്ചിൽ കൊണ്ടോ ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഉണ്ടായിക്കോന്ന് തന്നെ എന്റെ വിശ്വാസം. ശരിയാ. പക്ഷെ അത് എത്രയും പെട്ടെന്ന് സംഭവിക്കണമെന്നാ എന്റെ ആഗ്രഹം. ഡോക്ടർ പറയുന്ന പോലെ അവരുടെ മനസ്സിൽ നമ്മളായിട്ടുണ്ടാക്കിയ മുറിവുകൾ നമ്മളായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. പഴയതുപോലെ നമ്മൾ നമ്മുടെ വീട്ടുകാരും ഒരു കുടുംബം പോലെ കഴിയണം. അങ്ങനൊരു ദിവസത്തെക്കുറിച്ച് അപ്പോ ഞാനിപ്പോ ശരിക്കും സ്വപ്നം കാണുന്നൊക്കെ. അതൊക്കെ പിന്നത്തെ കാര്യ. നീയും ജോബിൻ ഡോക്ടറുമായി ഇനി ഒരു കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. എന്നെ സംബന്ധിച്ചിടത്തോളം പ്രയോറിറ്റി അതിനാ. അങ്ങനൊരു വാക്ക് ഞാനും ഡോക്ടറും ഡേയ്സി ആന്റിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയെങ്കിലും അത് തെറ്റാതെ നോക്കണം. നോക്കണമെന്നല്ല, ഡേയ്സി ആന്റിക്ക് നിങ്ങൾ കൊടുത്ത വാക്ക് ഇനി ഒരിക്കലും പാലിക്കപ്പെടാതെ പോകരുത്. ആന്റിക്ക് മാത്രമല്ല എനിക്കും ആ ഉറപ്പ് നീ തരണം. നീ വിഷമിക്കണ്ട. എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതുപോലെ നീയും സന്തോഷമായിട്ട് ജീവിക്കണം. ഇപ്പൊ ആന്റിയായിട്ടുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസം എത്രയും പെട്ടെന്ന് ഇല്ലാതാവണം. നീയും ആന്റിയും എന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന എനിക്ക് കാണണം. അപ്പോ അതിനുവേണ്ടിയാ ഞാൻ വേണമെങ്കിൽ ആന്റിയോട് നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞത്. തൽക്കാലം അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ അമ്മയോട് ആര് സംസാരിച്ചാലും ഒന്നും തലയിൽ കയറില്ല. അങ്ങനൊരവസ്ഥയിലാ അമ്മ ഇപ്പോ. നീയും VPയും ഒക്കെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞപ്പോഴൊക്കെ എനിക്ക് അക്കാര്യത്തിൽ നല്ല സംശയം ഉണ്ടായിരുന്നു. അപ്പുവുമായി ഒരുപാട് ദിവസങ്ങൾ ഒന്നിച്ചു കഴിഞ്ഞതിൻ്റെ ഒരു അനുഭവം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ആ ദിവസങ്ങളിൽ അപ്പു എന്നോട് തുറന്ന് സംസാരിച്ചിരുന്നു. മാളുവുമായിട്ടുള്ള അപ്പുവിൻ്റെ ആത്മബന്ധത്തെക്കുറിച്ച്. അതുമാത്രമല്ല, അപ്പു അവൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മറ്റൊരു കുട്ടിയുമായി അടുപ്പത്തിലായിരുന്നല്ലോ. അപ്പോഴൊന്നും അപ്പുവിൻ്റെ സംസാരത്തിൽ മാളുവുമായുള്ള ആത്മസൗഹൃദത്തെക്കുറിച്ചല്ലാതെ അങ്ങനെ മറ്റൊരു തരത്തിലും ഒരു സൂചനയുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനൊരു സംശയം ഉന്നയിച്ചപ്പോഴും അത് വിശ്വസിക്കാൻ ഞാൻ മടിച്ചത്. ഏതായാലും അവരുടെ ആ യാത്ര നല്ലതിനു വേണ്ടിയായിരുന്നല്ലോ. മാളുവിൻ്റെ മനസ്സിലെ മുറിവുകൾ അപ്പു തന്നെ മുൻകൈയെടുത്ത് മാറ്റാൻ ശ്രമിച്ചതിൽ നീയും VPയും ഒക്കെ അവനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഇങ്ങനെ കുറ്റപ്പെടുത്തിയും പിണങ്ങി നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. നിന്നിൽ നിന്നും അങ്ങനെ ഒരു സമീപനമല്ല എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അമ്പിമാമ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ എൻ്റെ മനസ്സിപ്പോൾ എൻ്റെ നിയന്ത്രണത്തിലല്ല. എന്തുകൊണ്ടോ അപ്പുവിൻ്റെയും മാളുവിൻ്റെ ആ ഒളിവ് ജീവിതം എന്നെ വല്ലാതെ മാനസികമായി തളർത്തിക്കളഞ്ഞു. അതൊക്കെ തികച്ചും സ്വാഭാവികമാണ്. നീ കാര്യങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി അംഗീകരിക്കാൻ ശ്രമിക്കണം. നിങ്ങളൊക്കെ സംശയിച്ച രീതിയിലായിരുന്നു കുട്ടികളുടെ പോക്കെങ്കിൽ ഇപ്പോൾ ഉണ്ടായ വിഷമത്തിനേക്കാൾ എത്രയോ ഇരട്ടിയാവുമായിരുന്നു നിങ്ങളുടെ വേദന. ഭാഗ്യം കൊണ്ട് അങ്ങനെയൊന്നും അല്ലല്ലോ സംഭവിച്ചത്. അതാ ഞാൻ പറഞ്ഞത്. അപ്പു ചെയ്തത് ഓർത്ത് വേദനിക്കുകയല്ല, സന്തോഷിക്കുകയാ വേണ്ടത്. ആ രീതിയിലും ഞാൻ ചിന്തിക്കാതിരുന്നില്ല. പക്ഷേ എൻ്റെ കുറേ നാളുകളായുള്ള ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ ആർക്കു വേണ്ടിയാണോ ഇത്രയൊക്കെ പരീക്ഷണങ്ങളും വെല്ലുവിളികളും സഹിച്ചത്, അതൊക്കെ അവരാരും മനസ്സിലാക്കാതെ പോയി എന്നുള്ള സങ്കടമായിപ്പോ. അമ്പിമാമൻ അറിയാമല്ലോ, അപ്പു ജീവിതത്തിൽ ഇങ്ങനൊരു തീരുമാനം എടുത്തതിന് ശേഷം എൻ്റെയും VPയുടെയും ജീവിതത്തിൽ എന്തൊക്കെ ദുരന്തങ്ങളാണ് സംഭവിച്ചിട്ടുള്ളതെന്ന്. ആ പരീക്ഷണങ്ങളൊക്കെ അപ്പുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് നേരിട്ടത്. ഒരു ഭാര്യ എന്ന രീതിയിൽ
ഗീതാലക്ഷ്മി ഒരു വിജയമായിരുന്നു. പക്ഷെ അപ്പുവിന്റെ അമ്മ എന്ന നിലയിൽ ഗീത എന്ന സ്ത്രീ പരാജയപ്പെട്ടിരിക്കുന്നു. ഹേയ്, അങ്ങനെയല്ല ഗീത അതിനെ കാണേണ്ടത്. VPയുടെ ഭാര്യയേക്കാൾ എത്രയോ ഇരട്ടി അപ്പുവിന്റെ അമ്മയെന്ന നിലയിൽ നീ വിജയിച്ചിരിക്കുന്നു. സ്വന്തം വിജയവും പ്രയത്നവും മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നതാ നിന്റെ പരാജയം. ചിലപ്പോ അങ്ങനെയാവാം. എന്നാലും അമ്മയെ വിശ്വാസത്തിലെടുക്കാൻ കൂട്ടാക്കാതെ പോയൊരു മകനെ എനിക്ക് പഴയ അപ്പുനെ പോലെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. അതാ എന്റെ പ്രശ്നം. അങ്ങനെയൊന്നും ഇല്ലെന്ന് എത്രയൊക്കെ നിഷേധിക്കാൻ ശ്രമിച്ചാലും അതാണ് അഭിമാമ അതിന്റെ സത്യം. ഞാനിപ്പോ എന്താ വേണ്ടത്, എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യേണ്ടതെന്ന കൺഫ്യൂഷനില്ല. ഇനി അങ്ങോട്ടുള്ള എന്റെ ജീവിതത്തില് അപ്പുവും അപ്പുവിന്റെ പ്രവൃത്തിയും വലിയ കരടായി കിടക്കും. അതുകൊണ്ട് തന്നെ അമ്മയും മകളും എന്ന ആത്മബന്ധത്തിൽ നിന്ന് ഒരുപാട് ദൂരെയാ ഇപ്പോ അപ്പു എന്ന എന്റെ മകൻ. ശരിയാണ്, നീ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഗീത. ഇപ്പോൾ നിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പു എന്ന മകളും അപ്പു എന്ന മകനും തമ്മിലുള്ളൊരു വടംവലിയാണ് ഇപ്പം നിന്റെ മനസ്സിൽ നടക്കുന്നത്. എന്താ ഗീത, ശരിയല്ലേ? സാരമില്ല, നീ മുൻപെടുത്ത നിലപാട് പോലെ എങ്ങനെയായിരുന്നു നീ നിന്റെ മകളെ സ്നേഹിച്ചിരുന്നത്, അതുപോലെ അപ്പു എന്ന ആൺകുട്ടിയെയും അവന്റെ എല്ലാ ന്യൂനതകളോടും കൂടിയും സ്നേഹിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ കൺഫ്യൂഷനിൽ നിന്നും പുറത്തു വരാൻ അത് നിന്നെ സഹായിക്കും. അതേ വഴിയുള്ളൂ ഗീത. അതിനു വേണ്ടിയാവണം നീ ഇനി ശ്രമിക്കേണ്ടത്. മമ്മി എന്താ ആലോചിക്കുന്നത്? പറഞ്ഞു കേട്ടെടുത്തോളം ഇന്ദിരാമ അങ്ങനെ സംസാരിക്കണമെങ്കിൽ അത് അവരുടെ മാത്രം അഭിപ്രായമായിരിക്കില്ല ജോബിൻ. മുരളിയോടും അശ്വതിയോടും കൂടി ആലോചിച്ചിട്ടാവും അവരങ്ങനൊരു നിബന്ധന നിങ്ങളുടെ മുന്നിൽ വെച്ചത്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല മമ്മി. അങ്കിളും ആന്റിയും അറിഞ്ഞുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ സംസാരിച്ചെന്ന് എനിക്ക് തോന്നുന്നില്ല. മാളും അപ്പും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ പറ്റി ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയ്ക്കും വകയില്ല. അത് മാത്രമല്ല, അപ്പുവും മാളുവും തമ്മിൽ ഇനി ഒരു സൗഹൃദം പാടില്ലെന്ന് രേഖാമൂലം എഗ്രിമെന്റ് വെക്കണമെന്ന് പറയാൻ മാത്രം ബുദ്ധിശൂന്യത അവർ കാണിക്കില്ല എന്ന എന്റെ വിശ്വാസം. അതൊക്കെ ശരി തന്നെ, ഞാനും അത് അംഗീകരിക്കുന്നു. പക്ഷെ ഇന്ദിരാമ പറഞ്ഞ കാര്യത്തോട് മാനസികമായ ഒരു പിന്തുണ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ആ ഒരു സൗഹൃദത്തെ എപ്പോഴായാലും ഭയക്കേണ്ടത് തന്നെയാണ്. അതെനിക്കും മനസ്സിലായി മമ്മി. ഇത്രയൊക്കെ വിശദീകരണങ്ങൾ അപ്പുവിന്റെയും മാളുവിന്റെയും ഭാഗത്തുനിന്നുണ്ടായിട്ടും ഇനിയും അവരുടെ തെറ്റിദ്ധാരണകൾ മാറിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഒരു സങ്കടം. ഞാൻ പറഞ്ഞല്ലോ, അത് അവരുടെ തെറ്റല്ല. മാളുവിന്റെയും അപ്പുവിന്റെയും സൗഹൃദത്തിന്റെ ആഴവും പരപ്പും മറ്റാരേക്കാളും നന്നായി അവർക്ക് മനസ്സിലാവുന്നതുകൊണ്ടാ ഇത്തരം പേടികൾ അവർക്കുണ്ടാകുന്നത്. നിങ്ങൾ തമ്മിൽ തുടർന്നങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇനിയും അഭിപ്രായ വ്യത്യാസമോ വഴക്കോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അങ്ങനൊരവസ്ഥ വന്ന് യോജിച്ചു പോകാൻ പറ്റാത്തതായി തോന്നിയാൽ മാളു ഇപ്പോഴും അപ്പുവിനെയാണ് ഒരു അഭയസ്ഥാനമായി കണ്ടിരിക്കുന്നത്. അത് മറ്റാരും വിചാരിച്ചാൽ മാറാനോ മാറ്റാനോ സാധിക്കാത്ത ഒന്നാണ്. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ നീ എത്രയൊക്കെ ശ്രമിച്ചാലും ജീവിതമാകുമ്പോൾ എപ്പോഴെങ്കിലും ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാവുക മനുഷ്യ സഹജമാണ്. അങ്ങനൊരവസ്ഥ വന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മാളു ആശ്രയിക്കുന്നത് അപ്പുവിനെ തന്നെയായിരിക്കും. ആ ഒരു അവസ്ഥ മുൻകൂട്ടി കണ്ടുകൊണ്ടാ ഇന്ദിരാമ ഇപ്പോ ഇങ്ങനെ ചില നിബന്ധനകൾ മാളുവിന്റെ മുൻപിൽ വെക്കുന്നത് തന്നെ. അവരുടെ പേടി ആശങ്കയൊക്കെ നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഇന്ദിരാമ പറഞ്ഞതുപോലെ ഒരു കരാർ, അതും രേഖാമൂലം ഒട്ടും പ്രാക്ടിക്കൽ അല്ലെന്ന് മമ്മിക്കറിയില്ലേ? അതെനിക്ക് മാത്രമല്ല, അശ്വതിക്കും മുരളിക്കും. എന്തിന് ഇങ്ങനൊരു കണ്ടീഷൻ മാളുവിന്റെ മുന്നിൽ വെച്ച ഇന്ദിരാമയ്ക്ക് പോലും അറിയാം. അങ്ങനെ ഒരു കരാർ പേപ്പറിലാക്കി കിട്ടാൻ അവര് പോലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ മാളുവും അപ്പവും തമ്മിലുള്ള സൗഹൃദത്തെ ജീവിതകാലം മുഴുവൻ പേടിക്കേണ്ട ഒന്നാണെന്ന് അവര് വിശ്വസിക്കുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ല, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാം മമ്മി?
മുത്തശ്ശിയുടെ സംസാരത്തിൽ മാളു ആകെ ഡിസ്റ്റർബ്ഡാ. ഇനി ചിലപ്പോ ഇതിന്റെ പേരിൽ അവൾ അങ്ങോട്ട് പോവാൻ തന്നെ മടിച്ചേക്കും. ഞാൻ ആലോചിച്ചിട്ട് ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് നീ മാളുവിനെയും കൂട്ടി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അവിടെ നിങ്ങൾ മാത്രമുള്ള ഒരു ജീവിതമാകുമ്പോ മറ്റാരുടെയും സമ്മർദ്ദം ഇല്ലാതെ തന്നെ മാളുവിന്റെ മനസ്സിൽ നിന്ന് അപ്പുവിനെ കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും താനേ ദുർബലപ്പെട്ടോളും. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് അവളെയും കൂട്ടി പുതിയ ജോലിസ്ഥലത്തേക്ക് മാറാൻ നോക്ക്. അപ്പൊ പിന്നെ ആരുടെയും ഇതുപോലുള്ള പരാതികൾ കേൾക്കാൻ ഇടവരില്ലല്ലോ.